വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 കിലോ അരി ഉണ്ട് കേട്ടത്. ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പിലാണ് അളവെടുത്തേക്കുന്നത്. പിന്നെ 1 കിലോ ചിക്കൻ, 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ, അതാണ് അളവ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിലാണ് കേട്ടോ. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ഒരു പാത്രത്തിൽ വറ്റിച്ചെടുത്താലും മതിയാവും. വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 7.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 7.5 ലിറ്ററിൻ്റെ കുക്കറിൽ ഒരു അരിയിലുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിന്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി സവാള പൊരിച്ച് വരാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ പകുതി നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് പകുതി സവാള ആദ്യം ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്കറിൽ ചെയ്യുമ്പോൾ. കാരണം അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുക്കറിൻ്റെ സൈഡിലേക്ക് കരിച്ചിൽ പോലെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ ചോറിന് നിറ വ്യത്യാസം വരും. ഇപ്പോൾ സവാള മരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ച് കോരി എടുക്കുക. അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ വറുത്തെടുക്കുക. നേരത്തെ പൊരിച്ചെടുത്ത ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. 2 കറുകപ്പട്ട, ചെറിയൊരു കഷ്ണം തക്കോലം, ഒരു 5-6 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പകുതി സവാളയില്ലേ, ആ പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 5 കപ്പിന് കറക്റ്റ് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് അളവെടുത്തേക്കുന്നത്. ഈ 1.5 കപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂട്ടി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇത് ശരിക്കും നല്ല വിട്ട് കിടക്കുന്ന ചോറാണ്, നല്ല കുഴഞ്ഞിരിക്കുന്ന ചോറാണ് വേണ്ടതെങ്കിൽ ഒരു 1.5 കപ്പ് എന്നുള്ളത് 8 കപ്പ് വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല വിട്ട് കിടക്കുന്ന ചോറാണ്. പിന്നെ നമ്മൾ ദം ചെയ്യുന്നാലേ ചോറ്, അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. സാധാരണ പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ജീരകശാല അരിക്ക് 1.5 കപ്പ് മുതൽ 1.25 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാം കേട്ടോ. സാധാരണ പാത്രത്തിൽ നമ്മൾ വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കുക്കറിലാണെങ്കിൽ 1.5 കപ്പ് മതിയാവും. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. ഇത് ജീരകശാല അരിയിലും വെക്കാം. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ബസ്മതി റൈസിലും ഈ ഒരു ചോറുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പശുവും പാൽ, തേങ്ങാപ്പാലില്ല കേട്ടോ. പശുവും പാൽ കാച്ചിയതായാലും കാച്ചാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പിട്ട റെസിപ്പിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി എന്തിനാണ് പാല് ചേർക്കുന്നത്, ആദ്യമായിട്ടാണ് പാല് ചേർക്കുന്ന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു ചോറാണ് കേട്ടോ. ഞാൻ മിക്ക മസാലകൾക്കും ഈ ഒരു ചോറ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ചോറ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ള ചോറ് തന്നെയാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക്
ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പാലിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിയൂലേന്ന്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് വയ്ക്കുക, പിരിയൊന്നുമില്ല. നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരുന്നതാണത്. അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കണം കേട്ടോ, നമ്മുടെ അരിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പുതിനയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളവന്നതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വരുത്താം. രണ്ടാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ തീയിൽ വെക്കരുത്, ഏറ്റവും കൂടിയ തീയിലും വെക്കരുത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിസിൽ വരും. അപ്പോൾ ചോറിൻ്റെ വേവ് കറക്റ്റ് ആവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുത്താം. രണ്ടാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോറ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദം ചെയ്യുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടത്. കുക്കറിലൊക്കെ ചെയ്തെടുത്താൽ പെട്ടെന്ന് കഴിയും. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ മസാല വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ ചോറ് വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കുറച്ചിട്ട് നമുക്ക് ഉള്ളിയും എടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഒരു 4 സവാളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യൽ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ മല്ലിയിലയും പുതിനയിലയും ഒന്നും മസാലയൊന്ന് വറക്കേണ്ട ആവശ്യം വരില്ല ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുത്തോട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ടൊന്ന് ചിക്കൻ വേറെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മസാല റെഡിയായി കിട്ടും. അതായത് കുക്കറിൽ ഈ ചിക്കനും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരൊറ്റ വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ആ വേവിച്ച ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് ചിക്കനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ചിക്കൻ വേവിച്ചെടുത്തത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വേപ്പിലുണ്ടെങ്കിൽ വേപ്പില ചേർത്ത് കൊടുത്തോട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ.
ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതായത് നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി. ഇത് നിർബന്ധമാണ് കേട്ടോ. ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ്. നമുക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലയിൽ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഇല്ല, പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കൂടിയിട്ട് കുറച്ച് പൈനാപ്പിൾ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടരുതിട്ടത്, കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുത്ത് വരും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാൻ ഓഫ് ചെയ്ത് മൊത്തത്തിൽ ലെയർ പോയതിന് ശേഷം ഒക്കെ തുറന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടും വേവ് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മസാലയും ചോറും വേറെ ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ചോറ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇവിടെ ഒരു പഴയൊരു ദോശത്തവ വെച്ചിട്ടുണ്ട്. ദോശത്തവ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടാം. അതിന് ശേഷം നമുക്ക് ഈ ചോറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ചോറ് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇതിലിട്ട് കൊടുത്തേക്കണം. പിന്നെ നല്ല ചൂടുള്ള മസാലയിലേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറേ നേരമൊന്നും നമ്മളിത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം നോക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം വെളിച്ചെണ്ണയും നെയ്യിലാണ് നമ്മൾ ചോറുണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കായ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജീരകശാലരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസിലും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചോറ് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ചോറും മസാലയും വേറെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതല്ല ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. നമുക്കിത് ചോറൊന്നും ആദ്യം നീക്കിയിട്ട് കുറച്ച് മസാല ഇങ്ങനെ മാറ്റിയെടുക്കുന്നതായിരിക്കും ഇത് നല്ലത്. എന്നാലേ കുറച്ച് മസാലയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ബിരിയാണി റൈസ്, അപ്പോൾ ഞാൻ ഈ കുക്കറിൽ ഉണ്ടാക്കിയ റൈസ് ഇതിന് ബിരിയാണി റൈസ് എന്നാണ് കേട്ടോ പറയാം. ഈ ബിരിയാണി റൈസ് നമുക്ക് എല്ലാ മസാലകൾക്കും ഉപയോഗിക്കാം കേട്ടോ. ചിക്കനോ മട്ടനോ ബീഫോ ഏത് മസാലകൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ചോറുണ്ടാക്കിയിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നിങ്ങൾ പുറത്തേക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.